എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. ജീവജല നദിയേ, ജീവജല നദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. അഗ്നിച്ചിറകുകളേ, അഗ്നിച്ചിറകുകളേ, മൂടണമേ, എന്നെ മൂടണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. ജീവജല നദിയേ, ജീവജല നദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. ജീവജല നദിയേ, ജീവജല നദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ, ഒന്നു തൊടണേ, എന്നെ ഒന്നു തൊടണേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും വലിയൊരാഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയാണ്, 2-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനം പറയാണ്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ് ഭൂമിയിലുള്ള സകല ജഡത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ശരീരത്തോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുന്ന മുഴുവൻ പേരുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിനെ പകരണമെന്നുണ്ട്. ദൈവം വസിക്കുന്നത് എവിടെയാണ്? പരിശുദ്ധാത്മാവായി ദൈവം വസിക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരങ്ങളിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. പരിശുദ്ധാത്മാവിന് എബ്രായ ഭാഷയിലുള്ള വാക്ക് റൂഹാക്ക് എന്നുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം ആത്മാവ്, കാറ്റ്, ദൈവത്തിൻ്റെ തേജസ്. ഇതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പരീക്ഷിച്ചതെന്ത്? അപ്പോൾ നിങ്ങൾ ദൈവത്തോടാണ് വ്യാജം കാണിച്ചത്. യെസ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. തൃത്വത്തിൽ മൂന്നാമനായ ദൈവമാണ്. പിതാവിനോടും പുത്രനോടും സമനായ ദൈവമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിനുള്ള 4 പ്രത്യേകതകളും പരിശുദ്ധാത്മാവിൽ ഉണ്ട്. നിത്യനാണ് ദൈവം, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വജ്ഞാനിയാണ്, ദൈവം സർവശക്തനാണ്. അങ്ങനെ പരിശുദ്ധാത്മാവും നിത്യനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാണ്. എല്ലാ സൃഷ്ടിപ്പും പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. യേശുവിനെ പോലും അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് പരിശുദ്ധാത്മാവിനാലാണ്. പാഴും ശൂന്യമായ പ്രപഞ്ചത്തെ പറുദീസയാക്കിയത് പരിശുദ്ധാത്മാവാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടാക്കിയത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിൽ ഞാനും നിങ്ങളും
നിറയണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഈ മുഴു ലോകവും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞാൽ ഈ ലോകം സ്വർഗമായി മാറും. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പരസ്പരം സ്നേഹിച്ചും കരുതിയും സന്തോഷത്തോടൊക്കെ ജീവിക്കുന്ന ആ ലോകമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുകയാണ്, അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് പരിശുദ്ധാത്മാവ് പകരത്തക്കോണം നിങ്ങളുടെ ശരീരങ്ങൾ ഒരു പാത്രം പോലെ ഒരുക്കിക്കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വാസമാകും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പകരും. യേശു കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിട്ട് പറയാണ്, അങ്ങനെ വിശ്വസിക്കുന്ന അവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകാൻ. എന്നിട്ട് ലാസ്റ്റിൽ കർത്താവ് പറയാം, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് അവർക്ക് ആത്മാവ് ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ്, അവർ 120 പേർ ഒരു മനസ്സോടെ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അഗ്നി നാവുകളായി അവരുടെ നടുവിലേക്ക് വന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ഇനി നിങ്ങളുടെ കയ്യിലല്ല, എൻ്റെ കയ്യിലാണ്. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു തുടങ്ങി. നീ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ സ്വീകരിച്ചവരാണോ, യേശു എൻ്റെ രക്ഷകനും കർത്താവുമാണെന്ന് അംഗീകരിക്കുന്നവരാണോ? എങ്കിലൊരു കാര്യം മറന്നു പോകരുത്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ് ഞാനും നിങ്ങൾ. പരിശുദ്ധാത്മാവിനെ അനുസരിക്കേണ്ടവരാണ്. നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. നമ്മുടെ കണ്ണിൻ്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. നമ്മുടെ ഫുൾ ബോഡിയുടെ കൺട്രോൾ, ടോട്ടൽ കൺട്രോൾ പരിശുദ്ധാത്മാവിന് കൊടുക്കണം. മുഴുവൻ നിയന്ത്രണവും പരിശുദ്ധാത്മാവിന് കൊടുക്കണം. പരിശുദ്ധാത്മാവിൽ നിറയുക എന്നത് അർത്ഥമാക്കുന്ന അതിലാണ്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളെക്കുറിച്ച്. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ആത്മനിറവിൽ പ്രവചിക്കാൻ തുടങ്ങും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ സ്വർഗീയ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കർത്താവ് കൊടുക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. 3 കാര്യങ്ങൾ ആത്മാവ് പരപ്പെടുമ്പോൾ സംഭവിക്കുകയാണ്. ഒന്ന്, ആത്മാവിനെ പകരുമ്പോൾ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, പ്രവചനം ഉണ്ടാവും, സ്വപ്നങ്ങളുണ്ടാവും, ദർശനങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലാണ് ജീവിതമായി മാറും. അങ്ങനെയാണ് ഇന്ന് വിശ്വാസത്തോടെന്ന് പറയാം, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവിൽ ഒന്ന് തൊടണേ, എന്നെ നീ ഒന്ന് തൊടണേ, എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്ന് തൊടണമേ. നേൽപ്പിച്ചു കൊടുക്കാവും. നിങ്ങൾ അസാധാരണ വ്യക്തിയായി മാറും. നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാവും. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ. നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് തൊടണേ അപ്പ. പരിശുദ്ധാത്മാവെ ഒന്ന് തൊടണേ ഞങ്ങളെ. ഞങ്ങളുടെ ഉള്ളത്തെ ഒന്ന് തൊടണേ. ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തൊടണേ. ഞങ്ങളുടെ നാവിനെ ഒന്ന് തൊടണമേ. കർത്താവിൻ്റെ നാവാക്കി മാറ്റണമേ. ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നതിനെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ ആഗ്രഹം പോലെ ഇന്ന് വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ നിറയപ്പെടാത്തവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ ഈ സമയം ഇടയാവട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. എൻ്റെ ഉള്ളത്തെ, എൻ്റെ കണ്ണുകളെ ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ. ജീവജല നദിയേ, ജീവജല നദിയേ, ഒഴുകണമേ, എന്നിൽ ഒഴുകണമേ. അഗ്നിച്ചിറകുകളെ, അഗ്നിച്ചിറകുകളെ, മൂടണമേ, എന്നെ മൂടണമേ, മൂടണമേ,
എന്നെ മൂടണമേ. എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, ഒന്ന് തൊടണേ, എന്നെ ഒന്ന് തൊടണേ.